പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു നമ്മുടെ സമാധാനമാണ്. എഫേസോസ് 2:14 തിരുവചനം പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമാധാനമാണ്. നമ്മുടെ കുടുംബങ്ങളിലായാലും സമൂഹത്തിലായാലും സഭയിലുമെല്ലാം സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ സാത്താനാണ്. നമ്മുടെ വിശ്വാസവും സമാധാനവും സന്തോഷവും നമ്മിൽ നിന്നും മോഷ്ടിച്ച് എടുക്കുകയാണ് സാത്താൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഫേസോസ് 4:27 തിരുവചനം പറയുന്നത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന്. നാം യേശുവിലായിരിക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും. എന്നാൽ യേശുവിൽ നിന്ന് അകലുമ്പോൾ നമ്മിൽ സാത്താൻ പ്രവേശിച്ച് ഭിന്നതയും കലഹവും അഹങ്കാരവും വാശിയും വൈരാഗ്യവും വിദ്വേഷവുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കുത്തി നിറയ്ക്കുന്നത് സാത്താനാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ തരുന്ന സന്തോഷവും സമാധാനവും ഈ ലോകം തരുന്നത് പോലെ അല്ല എന്ന്. യേശുവുമായുള്ള ബന്ധം നിലനിൽക്കുമ്പോഴാണ് യേശു തരുന്ന സമാധാനവും സന്തോഷവും നമുക്ക് സ്വായത്തമാക്കാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-5 തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. യേശുവിൽ വസിക്കാത്ത ശാഖകൾ മുറിച്ച് മാറ്റപ്പെടും. അത് ഉണങ്ങിപ്പോകുകയും അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുകയും ചെയ്യും എന്ന് തിരുവചനം പറയുന്നുണ്ട്. യേശുവാകുന്ന തായ്ച്ചെടിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശാഖകളായ നമുക്ക് യേശുവിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും ലഭിക്കുന്നത്. സന്തോഷത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും ജീവിക്കാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. എന്നാൽ നാം പലപ്പോഴും സമാധാനം കണ്ടെത്തുന്നത് നമ്മുടെ സമ്പത്തിലും ചില വ്യക്തികളിലും നമ്മുടെ ഈ ലോകത്തിലെ ഘടകങ്ങളിലും അതുപോലെ തന്നെ നാം ലോകമോഹങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ്. നാം ലോകത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ യേശുവിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും എല്ലാം കടന്നു പോകും. അവയെല്ലാം നശ്വരമാണ്. അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാനാണ് യേശുനാഥൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. നാം ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ, ലോകമോഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് സമാധാനവും സംതൃപ്തിയും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നാം യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ ഒരു ബോധ്യത്തിൽ വേണം നാം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ഒരു നല്ല ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.